ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്കിന്ന് ഈവനിങ് ആയിട്ടുണ്ട്. നമുക്കപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ തേയില ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു മൈദ ദോശ നമുക്കുണ്ടാക്കാം. മൈദയിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുള്ള ഒരു ദോശ. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിനെ ദോശയുടെ മാവ് പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുത്തോളണേ. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കിയാൽ മതി. ഈ മാവിൻ്റെ കൂട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം തേങ്ങയും പഞ്ചസാരയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാനിവിടെ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ കടായാണ്. ദോശക്കല്ലുണ്ടെങ്കിൽ അത് മതി. അങ്ങനെ നമുക്ക് റൗണ്ടിൽ മാവ് വീഴ്ത്താം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഈ ഫില്ലിങ്സ് വച്ച് കൊടുക്കാം. ഒരു സൈഡ് വാക്കിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേനും മറിച്ചിടാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് മറിച്ചും കൂടെ ഇട്ട് എടുക്കണം. അങ്ങനെ ഞാൻ തിരിച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയായിരിക്കും. ഇതേപോലെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതേപോലെ ചുട്ടെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഈ ഡിഷ് ഒത്തിരി ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും, കുഞ്ഞു മക്കളുള്ള എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് നേരം മതിയല്ലോ ഇത്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇതെല്ലാം ചുട്ടെടുക്കാം.